വിക്ടിമാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമാനമായ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് അടക്കമുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലായി ബോളിവുഡ് നടി സോനാക്ഷി സിൻഹയാണ് വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കാനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ബോളിവുഡ് താരങ്ങളായ അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റോയ് അടക്കമുള്ളവർക്ക് നേരത്തെ അനുകൂല വിധി ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടൻ മോഹൻലാൽ കൂടി സമാനമായിട്ടുള്ള ആവശ്യമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വ്യക്തിത്വാവകാശങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടാണ് അദ്ദേഹവും കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്ന് ആ ഹർജി എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 100% മോഹൻലാലിന്റെ ആ ഹർജി പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ മോഹൻലാലിനെതിരെ ഈ മമ്മൂട്ടിയുടെ കനകൂലുകൾ എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ പേര് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം, മോഹൻലാലിന്റെ ഫോട്ടോ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം, ഞങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ മോഹൻലാൽ ആയത്, അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരു ദിവസം അറിയാതെ അങ്ങോട്ട് മോഹൻലാൽ എന്ന് പറയുന്ന വലിയ നടനായതല്ലോ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണാനുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് നിങ്ങളെപ്പറ്റില്ല പലതും ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ. സംഗതികള് അതൊന്നുമല്ല സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്ത് AI എന്ന് പറയുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ മുമ്പിലേക്ക് വന്നതിന് ശേഷം ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സാധനം കൂടി അതിന്റെ ഒരു കുഞ്ഞായിട്ട് അതിന്റെ ഒപ്പം വന്നു. എന്താ ഡീപ്പ് ഫേക്ക്? നമ്മൾ എത്ര കാലമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ടോ, നമ്മുടെ പല രീതിയിലുള്ള രൂപങ്ങൾ, പല രീതിയിലുള്ള ഭാവങ്ങളുള്ള രൂപങ്ങളൊക്കെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസിൽ മറ്റൊക്കെ ഉണ്ടായിരിക്കും. ഈ ഭാവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു പക്ഷേ ക്രിയേറ്റേഴ്സിന് അവർക്ക് താല്പര്യമുള്ളതുപോലത്തെ വീഡിയോസുകൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടക്കമുള്ള ഒരു ഫോട്ടോ ഈ ഡീപ്പ് ഫേക്കിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇപ്പൊ പല ആളുകൾക്കും എന്താണ് ഈ വ്യക്തിത്വ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ഉള്ള ആളുകളുണ്ട്. അവർക്കാണ് നമ്മുടെ നാട്ടില് പ്രശസ്തരായ വ്യക്തികളുണ്ട്, പലപ്പോഴും ഇവരെ ഐഡന്റിറ്റികള്, ഇവരെ ഫോട്ടോകള്, ഇവരെ ശബ്ദങ്ങൾ പോലും നോക്കൂ. മമ്മൂട്ടിയുടെ ശബ്ദം ഇപ്പൊ നമ്മൾ ഈ ഗൂഗിൾ പേയിലൊക്കെ ഉണ്ട്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ താങ്ക് യു, നന്ദിയുണ്ടേ എന്ന് പറയുന്നത് അത് മമ്മൂട്ടിയുടെ പെർമിഷനോട് കൂട്ടി ഉപയോഗിക്കുന്ന ഒരു വോയിസാണ്. മമ്മൂട്ടി തന്നെയാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത് പല ഭാഷകളിൽ. ഇതവർ അനുവാദത്തോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദം ഉപയോഗിക്കുന്ന പരിപാടി പലയിടത്തും കാണാം. ഇവരെ അനുവാദമില്ലാതെ ഇവരെ ഫോട്ടോ വെച്ചിട്ട് പരസ്യം ചെയ്യുന്ന നമുക്ക് പലയിടത്തും കാണാം. ഇവരെ അനുവാദമില്ലാതെ ഇവരെ ഡീപ്പ് ഫേക്കും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടികൾ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. ഇത് തടയണം. ഒരു തരത്തിൽ ഇവരുടെ ശബ്ദം ഒരു പക്ഷേ പറ്റിക്കപ്പെട്ടായിരിക്കാം. ഇങ്ങനെ പറ്റിക്കപ്പെട്ട ഒരാള് പൊന്നാനിക്കാരിയായിട്ടുള്ള ഒരു നടിയാണ്. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ആരോ പറഞ്ഞു അത്രേ, മമ്മൂട്ടിയുടെ മൊബൈൽ നമ്പറാന്ന് പറഞ്ഞിട്ട് ആരോ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, നിങ്ങളെ പേരൊന്ന് ഇങ്ങനെ ഈ രീതിയിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ പാവം അത് വിശ്വസിച്ചു, അത് മമ്മൂട്ടിയാണെന്ന് വിശ്വസിച്ച് നടന്നൊരു പാവം പെൺകുട്ടി നമ്മുടെ പൊന്നാനിയിലൂടെ സിനിമാ നടിയാണ്. ഇത് റൈറ്റ് ടു പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. പരസ്യപ്പെടുത്താനുള്ള അവകാശം. ഒരാളുടെ പേരോ ചിത്രമോ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മോഹൻലാലിന്റെ പേരും മറ്റും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ കഴിയില്ല. അയാൾ അനുവാദത്തോടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അനുവാദമില്ലാതെ ഒരു കമ്പനിക്ക് പോലും പരസ്യം ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിൽ തന്നെ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന സംഗതി വരുന്നുണ്ട്. സ്വകാര്യത അവകാശം എന്നുള്ളതാണ്. ഒരാളുടെ സ്വകാര്യ ജീവിതത്തെയോ വ്യക്തിത്വത്തെയോ മോശമായിട്ടും മറ്റും ചിത്രീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി വന്നതിന്റെ ഭാഗമായിട്ട് AI ഉപയോഗിച്ചിട്ട് ഡീപ്പ് ഫേക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മോഹൻലാൽ തന്നെയാണെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ തടയണം എന്നതാണ് നമ്മുടെ മോഹൻലാലിന്റെ ആവശ്യം. ഇദ്ദേഹം ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. മോഹൻലാൽ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. മോഹൻലാൽ മാത്രമല്ല, മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള നടന്മാരൊക്കെ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. ആ ബ്രാൻഡ് വാല്യൂക്ക് ഒരു വലിയ വിലയുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന പേരിനടക്കം ഒരു വലിയ വിലയുണ്ട്. അപ്പോ മോഹൻലാൽ ഒരു സ്ഥലത്തേക്ക് സന്ദർശനത്തിന് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിക്കണമെങ്കിൽ അതിന് അത്യാവശ്യം തുക ചെലവഴിക്കണം, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ ശബ്ദം ഉപയോഗിക്കണമെങ്കിൽ പോലും വില കൊടുക്കണം. അതായത് മോഹൻലാലിന്റെ ശബ്ദത്തിന് വിലയുണ്ട്, അദ്ദേഹത്തിന്റെ രൂപത്തിന് വിലയുണ്ട്, അദ്ദേഹത്തിന്റെ AI നിർമ്മിത വീഡിയോസുകൾക്കടക്കം ഒരു വലിയ വിലയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള ആളുകളുടെ ശബ്ദമോ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ നിയമത്തിന്റെ പരിരക്ഷ കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിലൊന്ന് നമ്മുടെ അമിതാഭ് ബച്ചനാണ്, അനിൽ കപൂർ, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ എന്നീ ആളുകളൊക്കെ
ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് നേടിയ ആളുകളാണ്. ഇവരൊക്കെ ബ്രാൻഡ് വാല്യൂ ആളുകളാണ്. അമിതാഭ് ബച്ചന്റെ ഫോട്ടോ വെച്ചിട്ട് പരസ്യം ചെയ്യുമെന്ന് പറയുന്നതിന് ഒരു വണ്ടർ ബ്രാൻഡ് വാല്യൂ ആണ്. രജനീകാന്തും അങ്ങനെ തന്നെയാണ്. രജനീകാന്ത് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു പരസ്യത്തിൽ അഭിനയിക്കാത്തൊരു നടൻ കൂടിയാണ്. അങ്ങനെ പരസ്യത്തിലൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു വരുമാനം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ് രജനീകാന്ത് എന്ന് പറയുന്നത്. അത് വേറെ കാര്യം കേട്ടോ, അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. എന്തായാലും മോഹൻലാലും ആ ഒരു പാതയിലേക്ക് എത്തുന്നതാണ്. വെറുതെ ഒരാവശ്യമില്ലാതെ ലാലേട്ടന്റെ നെഞ്ചത്തേക്ക് ആരും കയറണ്ടെന്നർത്ഥം. അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഒന്നാണ്. ബൈ.